പട്ടിണിയില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞവരോട് മറു ചോദ്യം ചോദിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കേരളത്തിലെ പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമ വിനീത്. കേരളത്തിൽ പട്ടിണി ഇല്ലാത്തതുകൊണ്ടാണോ താൻ പൊതിച്ചോറ് കൊടുക്കേണ്ടി വരുന്നത് എന്നാണ് മറുചോദ്യം ചോദിച്ചത്. താൻ ദിവസവും 100-ലേറെ പൊതിച്ചോറുകളാണ് കൊടുക്കുന്നത്. കേരളത്തിൽ വിശപ്പുള്ളവർ ഇനിയും ബാക്കിയുണ്ട്. അവിടെയാണ് BJP ഭരണത്തിന്റെ പ്രസക്തിയെന്നും സീമ വിനീത് പറയുന്നു. BJP കെൽപ്പുള്ള ഒരു പാർട്ടിയാണ്, അതുകൊണ്ടാണ് BJP ഇന്ത്യ ഭരിക്കുന്നത്. ഇനി കേരളത്തിലും BJP വരണം. കേരളത്തിൽ BJP വന്നാൽ ചരിത്രം മാറുമെന്നാണ് സീമ വിനീത് പറയുന്നത്. ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? പുതിയ ആളുകൾ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയില്ലേ? അതുപോലെ BJP വന്നാൽ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കേരളം എത്തുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എല്ലാ പാർട്ടികളും നല്ല ഭരണം നടത്തുന്നുണ്ടായിരിക്കാം, BJPയും നല്ല ഭരണം നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും സൂര്യൻ ഉദിക്കാത്ത നാടാണ് കേരളം എന്നേ ഞാൻ പറയൂ. കേരളം എന്ന ഇട്ടാവട്ടത്തിലെ കുറച്ചുപേർ വോട്ട് ചെയ്തെങ്കിലും ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് BJP ആണ്. അത്രയും കെൽപ്പുള്ളത് കൊണ്ടാണ് BJP ഇന്ത്യ ഭരിക്കുന്നത്. അത്രയും ക്രെഡിബിലിറ്റിയും കോൺഫിഡൻസും ഉണ്ട്. അത്രയും ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട് എന്നുമാണ് സീമ വിനീത് പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനമായ മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ സീമ വിനീതിനും കൂട്ടുകാരികൾക്കും അംഗത്വം നൽകിയത്. സീമ വിനീതിനെ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ചാണ് BJPയിലേക്ക് സ്വീകരിച്ചത്. സീമ വിനീത് ഭരതനാട്യം കലാകാരിയായ അദ്രിജ അടക്കം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള 15 പേരാണ് BJPയിൽ ചേർന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരെ പ്രശസ്തയാണ് സീമ വിനീത്. സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ സീമ പങ്കുവെക്കാറുണ്ട്. അടുത്തിടെയാണ് സീമ വിവാഹിതയായത്. BJP അധ്യക്ഷനിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ സീമ പങ്കുവച്ചിരുന്നു. വാർത്താ സമ്മേളനം നടത്തി രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് ഇവർക്ക് അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അതേസമയം വരുന്ന നിയമസഭാ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അന്ന് മറുപടി ഒന്നും നൽകിയില്ല. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും എന്ന് മാത്രമാണ് അന്ന് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സമൂഹത്തിന്റെ വിവിധ വിഭാഗത്തിലുള്ള പരമാവധി ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനാണ് BJPയുടെ ശ്രമം എന്നൊരു വിലയിരുത്തലുമുണ്ടായിരുന്നു. BJPയിൽ അംഗത്വം എടുത്തതിന് പിന്നാലെ വലിയ സൈബർ ആക്രമണമാണ് സീമ നേരിട്ടത്. കമന്റ് ബോക്സിൽ നിറയെ സീമയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു വന്നത്. ഇത്രയും നാളും നിങ്ങളെ ഇഷ്ടമായിരുന്നു, ചാണകത്തിൽ ചവിട്ടിയതോടെ ആ ഇഷ്ടം പോയി, നിങ്ങളെ അൺഫോളോ ചെയ്യുന്നു എന്നാണ് ഒരാൾ കമന്റ് കുറിച്ചിരുന്നത്. ഇഷ്ടമായിരുന്നു, എല്ലാം നശിപ്പിച്ചു എന്നായിരുന്നു മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത്. എന്നാൽ വിമർശനങ്ങൾക്കിടയിലും നിരവധി പേർ സീമയെ പിന്തുണയ്ക്കുന്നുണ്ട്. BJPയിൽ ചേർന്നാൽ മാത്രം കുഴപ്പം, ബാക്കി എവിടെ ചേർന്നാലും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. ഒരാൾ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നത് അയാളുടെ മാത്രം ചോയ്സാണ്. ഓരോ ആളുകൾക്കും നിങ്ങളെപ്പോലെ പേഴ്സണൽ ചോയ്സ് ഉണ്ടാകും. അത് അംഗീകരിച്ചു കൊടുക്കാൻ കൂടിയാണ് ഇഷ്ടമെന്ന് പറയുന്നത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇങ്ങനെ നിരവധി പേരാണ് സീമയെ പിന്തുണച്ചും വിമർശിച്ചും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇതിനിടയിലാണ് തന്റെ ശക്തമായ പ്രതികരണം സീമ പങ്കുവച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.